يا واسع الكرم. സൃഷ്ടാവ് നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ തിരിച്ചറിയാൻ വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യർക്ക് അള്ളാഹു പ്രത്യേകമായ മാസങ്ങളും വർഷങ്ങളും സമയങ്ങളൊക്കെ നൽകി എന്നുള്ളത്. അതിൽ പ്രധാനമായ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ, 12 മാസങ്ങളെ അള്ളാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാം. ഇന്ന ഇദ്ദത്ത ഇൻദല്ലാഹി ശഹ്റ, 12 മാസങ്ങൾ. എന്നിട്ട് ആ 12 മാസങ്ങളിൽ നിന്ന് അള്ളാഹു തആല പറയാണ്, പ്രത്യേകം എടുത്തു പറഞ്ഞു, ഹുറുമാത്തും ഫി അർബ, 4 മാസങ്ങളെ പ്രത്യേകം ഗൗനിക്കണം, പ്രത്യേകം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. നമുക്കൊരു 12 മക്കളുണ്ടെങ്കിൽ നമ്മൾ പറയാണ്, എൻ്റെ മോനാണിത്, എൻ്റെ പോലെ തന്നെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നതുപോലെ അല്ലാഹു തആല പറയാണ്, 12 മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങളിൽ ഹുർമത്തുൻ, ഞാനതിനെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായ എന്തോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നടന്നിട്ടുണ്ട് എന്ന് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുക. എന്നിട്ട് മറ്റൊരായത്തിൽ അള്ളാഹ് പറയാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ മാസങ്ങളൊക്കെ തന്നിട്ടുള്ളത്, സമയങ്ങളൊക്കെ തന്നിട്ടുള്ളത്. നഹാറൽ ലൈലി തജ്രി മാ ഫുൽഖുസ് സമാവാതി വൽ അർദ്, ഒരു സ്ഥലത്ത് പറയുന്നു ആകാശവും ഭൂമിയും അതുപോലെ തന്നെ രാത്രിയും പകലും ഇങ്ങനെ വ്യത്യസ്തമായ സഞ്ചാരങ്ങളൊക്കെ ഞാൻ നൽകിയിട്ടുള്ളത്. അള്ളാഹു ആരാണ്, ഇതിൻ്റെയൊക്കെ യജമാനൻ, ഇതിൻ്റെയൊക്കെ രക്ഷിതാവ് ആരാണെന്ന് തിരിച്ചറിയാനാണ്. അപ്പോൾ സത്യത്തിൽ മുഹറം എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടത്, ബഹുമാനിക്കപ്പെടേണ്ടത് എന്ന അർത്ഥം വരികയാണ്. ആ ആദരവും ബഹുമാനവും കൊടുക്കേണ്ടത് ആർക്കാ? അള്ളാഹുവിനിക്കാണ്. എന്തേ കാരണം? മുഹറമാസം എന്ന് പറയുന്ന അള്ളാഹു ബഹുമാനിക്ക് ആദരിച്ച മാസത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരിക്കങ്ങനെ അള്ളാഹുവും റസൂലും സ്വഹാബത്തും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റ് അടിക്കുകയുണ്ടായി. ആ കാറ്റിൽ ഞങ്ങളെ മദീന പള്ളിയുടെ മേൽക്കുരകളൊക്കെ പറന്നുപോയി. മദീനയിലെ പള്ളിക്ക് അന്ന് ഉണ്ടായിരുന്നത് ഈത്തപ്പന മട്ടലിനാലുള്ള മേൽക്കുരകളായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നല്ല ശക്തമായ ഒരു മഴ വർഷിച്ചാൽ ഞങ്ങളൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ ചളിവെള്ളത്തിലായിരുന്നു സുജൂദ് ചെയ്തിരുന്നത് എന്ന് സ്വഹാബത്ത് പറയുമായിരുന്നു. നമ്മളിന്ന് നിസ്കരിക്കുന്ന പള്ളിയിൽ ഒരു തുള്ളി വെള്ളം കണ്ട നമ്മൾ പറയും, ഈ പള്ളി എടുത്ത് പണിത ആള് ശരിയല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, അന്ന് നല്ല ശക്തമായൊരു മഴ വർഷിച്ചപ്പോൾ, അതല്ലെങ്കിൽ ശക്തമായൊരു കാറ്റ് വരുമ്പോൾ ആ മദീന പള്ളിയിലെ മേൽക്കുരകളെല്ലാം പറന്നു പോയിരുന്നു. ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ഇരിക്കുമ്പോൾ ഈ മേൽക്കുരകളെല്ലാം പറന്നു പോയപ്പോൾ റസൂലുള്ള പറഞ്ഞ ഒരു വാക്കുണ്ട്, ഓ സ്വഹാബ, അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, സ്വഹാബ, ഈ മേൽക്കുരകൾ ഇതുപോലെ പറക്കാനുള്ള കാറ്റ് തന്നത് കാരുണ്യവാനായ റബ്ബിന്റെ അനുഗ്രഹമാ സ്വഹാബ, കാരുണ്യവാനായ റബ്ബിന്റെ സ്വഹാബ അനുഗ്രഹമാണ് ഈ കാറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഈ കാറ്റ് നമുക്ക് അനുഗ്രഹമാകാൻ വേണ്ടി ഒരു നല്ല കാറ്റ് കിട്ടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാകുമ്പോഴാണ്. അതുകൊണ്ട് സ്വഹാബത്തെ ദുആ ചെയ്യണേ, റീഹൻ ത്വയ്യിബാ, നല്ലൊരു കാറ്റാക്കണേ ഈ കാറ്റിനെ. കാരണം മിൻ നിഅ്മത്തില്ലാ, ആ കാറ്റ് അള്ളാഹുവിൻ്റെതാണ്. കാറ്റ് വർഷിക്കുന്നത് അള്ളാഹുവാണ്.
ആ കാറ്റ് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് കാറ്റടിക്കുമ്പോ ദുആ ചെയ്യണേ എന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാറ്റ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഈ കാറ്റിനെ അള്ളാഹു തആല ആദ്യമായി വർഷിക്കപ്പെട്ടത് ഭൂമിയെ സൃഷ്ടിച്ച്, ഭൂമിക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ച്, ആ വസ്തുക്കളെ സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു കാറ്റിനെ സൃഷ്ടിച്ചത് അത് ശഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. കാറ്റ് വന്നത് അത് ആദ്യമായിട്ട് വർഷിച്ചത് മുഹറം മാസത്തിലാണ്. അങ്ങനെ ഏകദേശം 70ഓളം മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുണങ്ങളെ അള്ളാഹു തആല സൃഷ്ടിക്കപ്പെട്ടത് മുഹറം മാസത്തിലാണ്. മനുഷ്യരുടെ ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദമിനെ അള്ളാഹു സൃഷ്ടിക്കപ്പെടുന്നത് മുഹറം മാസത്തിലാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായോ, ഉമറേ, ഓ ഖലീഫ, നിങ്ങൾ എന്തിനാണ് മുഹറം മുതൽക്ക് ഹിജ്റ വർഷ ആരംഭം തുടങ്ങുന്നത്? ആ സമയത്താണ് പറഞ്ഞത്, മുഹറം പരീക്ഷണങ്ങളുടെ കലവറയുണ്ടായിട്ടുണ്ട്, പക്ഷേ നിഅമത്തുകളുടെ അനുഗ്രഹങ്ങളുടെ ഒരുപാട് ഡസൻ കണക്കിന് നിഅമത്തുകൾ അല്ലാഹു തആല നൽകിയത് മുഹറം മാസത്തിലാണ് പണ്ട്. പക്ഷെ പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു നടപ്പ് നമ്മുടെ നാട്ടുകളിലുണ്ട്. ആരും മുഹറത്തെ കുറിച്ചൊന്നും അങ്ങനെ വിശദീകരണമോ അല്ലെങ്കിൽ മുഹറത്തെക്കുറിച്ച് ക്ലാസ്സോ അങ്ങനെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊക്കെ കുറെ ആളുകൾ യൂട്യൂബും ഉസ്താദുമാരും അങ്ങനെയൊക്കെ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുന്നപ്പോൾ ഇപ്പൊ കുറെ ആളുകളൊക്കെ പറയാം മുഹറത്തിൽ കല്യാണം കഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടികളൊക്കെ ഉണ്ടാവും. പണ്ട് പറയും മുഹറം മാസത്തിൽ കുട്ടികളില്ലെങ്കിൽ പറയും ഈ മുഹറം മാസത്തിലാണോ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു വയതിൻ്റെ പരിപാടി എടുക്കുകയാണെങ്കിൽ മുഹറം 10 കഴിയാതെ നടത്തരുത് എന്ന് പറയും. അങ്ങനെ മുഹറത്തിനെ ഒരു മോശമായ രൂപത്തിലേക്ക് ഇങ്ങനെ തള്ളിവിട്ട് പഴയ കാലങ്ങളിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. സത്യത്തിൽ മുഹറം മാസം കെട്ട മാസമായതുകൊണ്ടോ അല്ലെങ്കിൽ മുഹറത്തിൽ ചെയ്തതൊക്കെ മോശമായതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെ ഒരു സംസാരം വന്നത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. മുഹറം 10 കഴിയാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് പഴയ കാലങ്ങളിൽ ജീവിച്ചിരുന്ന മഹത്തുക്കളൊക്കെ പറയാറുണ്ട്, നാട്ടുനടപ്പിനെ കൂടുതൽ അങ്ങോട്ട് നിസാരപ്പെടുത്തുകയോ അതിനെ എതിർക്കപ്പെടുകയോ ചെയ്യണ്ട. എന്നാൽ അന്ന് മഹത്തുക്കൾ പറഞ്ഞത് മുഹറം മാസം അതൊരു മോശമായ അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടാത്ത അതിലെന്തോ കുഴപ്പക്കേടുകളുള്ള ഒരു മാസമായിട്ട് ആരും അതിനെ ഗണിക്കണ്ട. എന്തേ? അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 70ഓളം ഗുണങ്ങൾ, നമ്മളെ ഭൗതിക തലത്തിലുള്ള ഒരു മനുഷ്യൻ ജീവിക്കേണ്ട എല്ലാ ഗുണങ്ങൾ, അതിനു പുറമെ മനുഷ്യന്റെ ശരീരത്തിലെ 13 അവയവങ്ങളെ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് മുഹറം മാസത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ അവയവങ്ങളെ സൃഷ്ടിച്ചത്, ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടത് മുഹറം മാസത്തിലാണല്ലോ. ആ മുഹറം മാസത്തിൽ അല്ലാഹു തആല മനുഷ്യന്റെ അവയവങ്ങൾ, പ്രധാനപ്പെട്ട അവയവങ്ങൾ, അത് മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ ആ മനുഷ്യന് ജനിച്ചു വളർന്ന് ആവശ്യമാകുന്ന കാര്യങ്ങൾ, ഭക്ഷണത്തിന് ആവശ്യമായ മഴയും കാറ്റും ഇടിയും മിന്നലും, ഇതൊക്കെ മനുഷ്യന് ആവശ്യമാണ്. ഇതെല്ലാം ഗുണത്തിന് വേണ്ടിയാണ് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞത്. മഴ പെയ്യുമ്പോൾ നിങ്ങൾ ഗുണത്തിന് വേണ്ടി ദ്വാരക്കണം, കാറ്റ് വർഷിക്കുമ്പോൾ നിങ്ങൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴ അധികമായി കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തോ ഒരു മഴയാണ്, അപ്പം പിന്നെ അല്ലാഹു തആല മഴ തരൂല്ലേ അല്ലേ? ഏതൊരു കാര്യത്തെ അമിതമായ മനുഷ്യൻ എന്ത് ചെയ്യും, അതൊരു അസ്വാരസ്യമായി മാറും. ഇതിങ്ങനെയൊന്നും പറ്റില്ല അല്ലേ? ഒരിക്കൽ കാറ്റിനെ ആക്ഷേപിക്കുമ്പോൾ സഹാബത്ത് പറഞ്ഞു കാറ്റിനെ ആക്ഷേപിക്കരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് ഔസാനി റസൂലില്ല, നബി തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, കാറ്റിനെയും അതുപോലെ തന്നെ മഴയെയും ആക്ഷേപിക്കരുതേ, ചീത്ത പറയരുത് എന്ന്.
എന്താ പിന്നെ ദ്വാരക്കുക? പടച്ചവനെ, ഞങ്ങൾക്ക് അന സൊബൈനൽ മാ ഖൈറ, നീ വർഷിക്കപ്പെടുന്ന വെള്ളമുണ്ടല്ലോ, മഴയുണ്ടല്ലോ, അത് ഖൈറാക്കി തരണേ. അന സൊബൈന റിഹ, പടച്ചവനെ നീ ഞങ്ങൾക്ക് ചൊരിയുന്ന കാറ്റ് അത് നല്ലതാക്കി തരണേ, ഖൈറാക്കി തരണേ. വാംതരിൽ മതറ നബാത്തുൻ ഖൈറ, ഞങ്ങൾക്ക് ഒരുപാട് ഗുണകരമായ കൃഷിയിടങ്ങളും ഗുണകരമായ കാര്യങ്ങളും ആ കാറ്റുകൊണ്ടും മഴ കൊണ്ടും നീ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറയാറുണ്ട്. മഴ വർഷിച്ചപ്പോൾ, കൂടുതൽ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മതിയായി, ഇനി അപ്പുറത്തൊരു സ്ഥലത്തേക്ക്, മഴ കിട്ടാത്ത സ്ഥലത്തേക്ക് റബ്ബേ ആ മഴയെ കൊണ്ടുപോകണം എന്നും ദ്വാരക്കാൻ നബി തങ്ങൾ പറഞ്ഞു. ഞാനിത് പറയാനുള്ള കാരണം, മുഹറത്തിലാണ് ഈ മഴയെ അള്ളാഹു തആല ആദ്യമായി വർഷിച്ചത്. നമ്മളിപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദത്തെ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ എടുത്ത് വായിക്കപ്പെടുകയാണ്. നമ്മൾ വായിക്കേണ്ടത് 4 തൂഫാനുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു തൂഫാൻ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, മദ്രസകളിലും ദർസുകളിലും ക്ലാസ്സുകളിലൊക്കെ നിരന്തരം കേട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച്. അത് തൂഫാൻ എന്ന പ്രയോഗമാണ്. എന്താണ് തൂഫാൻ? യഥാർത്ഥത്തിൽ തൂഫാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനെ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രക്രിയ കൊണ്ട് മറ്റൊരു പ്രക്രിയ ഇല്ലായ്മ ചെയ്യുക, അതിനാണ് തൂഫാൻ എന്ന പദം പറയാം. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്, ഇന്ന തൂഫാൻ എന്ന് പറഞ്ഞാൽ എൻതഫി കൊല്ലു മുസീബാത്തിൻ, എല്ലാ പ്രയാസങ്ങളും എടുത്തു കളയപ്പെടുക എന്ന അർത്ഥത്തിലാണ് തൂഫാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തൂഫാൻ ആദ്യമായി സംഭവിക്കുന്നത് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. രണ്ടാമത്തെ തൂഫാൻ സംഭവിക്കുന്നത് മൂസാ നബിയുടെ കാലഘട്ടത്തിലാണ്. അതെങ്ങനെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം മൂസാ നബിയെ ഇടങ്ങാറാക്കിയതുപോലെ മറ്റൊരു പ്രവാചകന്മാരെയും ഇത്രയും അധികം ഇടങ്ങാറാക്കിയിട്ടില്ല. എന്തേ കാരണം? മൂസാ നബിയുടെ സമൂഹം. അതുകൊണ്ടാണ് നബി തങ്ങൾ എപ്പോഴും ഭയപ്പെട്ടത്, നിങ്ങൾ ഒരിക്കലും ഔറസു മൂസാന്റെ ജനതയാകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ആദരവായ റസൂൽ പറഞ്ഞിരുന്നു. എന്താണ്? നിഅമത്തുകളൊക്കെ കിട്ടുമ്പോൾ അവര് നല്ല അധികം ഘോരമായി അവർ ചെലവഴിക്കുകയും ആഡംബര ജീവിതവും നടക്കും. എന്നിട്ട് ആ നിഅമത്തുകൾക്കിടയിൽ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ അള്ളാഹ്നെന്ന് അറിഞ്ഞൂടെ? എൻ്റെ റബ്ബാണ് ഇതൊക്കെ നിനക്ക് തന്നത് എന്ന് പറയുമ്പോൾ അവർ പറയേ ലാ താരിഫ് റബ്ബ്, നിന്റെ റബ്ബിനൊന്നും ഞങ്ങൾക്കറിയില്ല, അതൊക്കെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് അവർ പറയും. അപ്പം അതിനർത്ഥത്തിലാണ് സൂറത്തുൽ ഫജ്റിൽ ഇങ്ങനെ വന്ന് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പറഞ്ഞിങ്ങോട്ട് പറഞ്ഞു, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകളൊക്കെ കൊടുത്താൽ മനുഷ്യൻ വിചാരിക്കും ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് അല്ലാഹ് എനിക്ക് തന്നതാണ്. ഫഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അവനിക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൽ നിന്ന് സ്വല്പം അങ്ങ് കുറഞ്ഞു പോയാൽ, എന്ത് സൈക്കോളജിക്കായിട്ട് അല്ലാഹ് പറയുന്നത്, അവൻ പറയൂത്രേ, ഈ പടച്ചോൻ എന്നൊരു ഇഷ്ടമല്ല. എന്ത് പടച്ചോൻ? എനിക്ക് ഇത് പടച്ചോന് നിന്നോടൊരു ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് അവൻ പറയും. എത്ര ഖുർആൻ പറയാം. അപ്പൊ ആ തഫ്സീറിൽ ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട് മൂസാ നബിയുടെ സമൂഹത്തെക്കുറിച്ച്. മൂസാ നബിയുടെ സമൂഹം എല്ലാ അനുഗ്രഹങ്ങളും ലോകത്ത് ഒരു സമൂഹത്തിനും കൊടുക്കാത്ത അത്ഭുതകരമായ ഭക്ഷണമാണ് മൂസാ നബിയുടെ സമൂഹത്തിന് അല്ലാഹു കൊടുത്തത്. സെൽവ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള മധുരക്കട്ട ആകാശത്തിൽ നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തു. ആ സെൽവ് ഒരു തവണ കഴിച്ചാൽ അവരുടെ വിശപ്പ് തീർന്നു. ഇത്രയും സുഖകരമായ ഭക്ഷണം ഒരു സമൂഹത്തിനും ഞാൻ നൽകിയിട്ടില്ല, അത് നിങ്ങൾക്കാണ്. മൂസാ നബി ആ സമൂഹത്തോട് പറഞ്ഞു. മൂസാ നബി പറയാണ്, ഓ ഖൗമേ, ഓ സമുദായമേ, ഇന്നി ലസക മിൻ നിഅമത്തില്ലാ, കാരുണ്യവാനായ റബ്ബ് തന്ന അനുഗ്രഹമാണിത്. ഒരു സമൂഹത്തിനും അല്ലാഹു ഇതുപോലത്തെ ഒരു അനുഗ്രഹത്തെ അല്ലാഹു നൽകിയിട്ടില്ല. ഇതെല്ലാം നൽകിയത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഫസ്ജുദ് ലിറബ്ബിക, എൻ്റെ റബ്ബിനോട് നിങ്ങൾ സുജൂദ് ചെയ്യാനാ, എൻ്റെ റബ്ബിനെ ആരാധിക്കാനാ, എൻ്റെ റബ്ബിനെ തിരിച്ചറിയാനാ, എൻ്റെ യജമാനനായ അല്ലാഹുവിനെ തിരിച്ചറിയാനാണ് ഇത്രയും നല്ല നിഅമത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വേറൊരു സമൂഹത്തിനോ വേറൊരാൾക്കോ അല്ലാഹു തആല ഇങ്ങനത്തെ നൽകിയിട്ടില്ല. അവര് പറയും,
ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾ ആനന്ദിക്കാം, നിന്റെ റബ്ബിനെ അറിയാം. പക്ഷേ ആ നിഅമത്തുകളെല്ലാം കഴിഞ്ഞാൽ അവർ തിരിച്ചു നടക്കുകയാണ്. അവരുടെ മുഖത്തെ അവർ തിരിച്ചു കളയുന്നു. അള്ളാഹുവിൽ നിന്ന് അവർ മാറിപ്പോകുകയാണ്. അള്ളാഹുവിൽ നിന്ന് അവർ മാറിപ്പോകും. വീണ്ടും അത് അള്ളാഹു അവർക്ക് പരീക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ കൃഷിയിടങ്ങളിലേക്കെല്ലാം അവർ ചെല്ലുമ്പോ ആ കൃഷിയിടങ്ങളെല്ലാം അവിടെ യഥാ ജറാദ് വെട്ടുകിളികൾ വരികയാണ്. ആ വെട്ടുകിളികൾ വന്നിട്ട് മൂസാ നബിയുടെ സമൂഹത്തിന്റെ ഈ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കും. അപ്പൊ അവർ വീണ്ടും മൂസാ നബിയുടെ അടുത്തേക്ക് വരും. ഓ നബിയേ, ഞങ്ങളെ കൃഷിയിടങ്ങളെല്ലാം വെട്ടുകിളികൾ വന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. നിന്റെ റബ്ബിന് ഞങ്ങളോട് ഇഷ്ടമുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? നിന്റെ റബ്ബാണ് സർവ്വാനുഗ്രഹം തരുന്നതെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് മൂസാ, നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണേ. ആ സമയത്ത് മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അവരെ കൃഷിയിടങ്ങളിൽ നശിപ്പിക്കുന്ന എല്ലാ ജറാദ് വെട്ടുകിളികളും ആ നാട്ടിൽ നിന്ന് ഇല്ലായ്മയാവുകയാണ്. ഈ സമയത്ത് അവരെന്ത് ചെയ്തു? കൃഷിയുടെ വിളവെടുപ്പെല്ലാം വന്നിട്ട് അതിന്റെ അരിയും ഗോതമ്പും എല്ലാം അവർ ചാക്കിലാക്കിയിട്ട് വീടുകളിൽ സംരക്ഷിക്കാൻ തുടങ്ങി. ഇനി മൂസാ നബിയുടെ റബ്ബിന്റെ ആവശ്യമല്ല. എന്താ കാരണം? നമ്മളെ നശിപ്പിക്കുന്ന ജറാദ് കിളികളൊക്കെ പോയി, നമ്മളെ കൃഷിയിടങ്ങളൊക്കെ വെള്ളമായി, അതൊക്കെ പാകമായി, അതൊക്കെ നെൽകൃഷിയായി, നെല്ലായി മാറി. അതുകൊണ്ട് നമുക്കിനി അതൊക്കെ സ്വരൂപിച്ചു വെക്കാം എന്നവർ വിചാരിച്ചു. ഇപ്പം മൂസാ നബി പറഞ്ഞു, നിങ്ങളെ ഈ ജറാദ് കിളികളൊക്കെ പോയത് എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടാണ്, അതുകൊണ്ട് എൻ്റെ റബ്ബിനെ അനുഗ്രഹിക്കണം. അവർ പറഞ്ഞു, ഇല്ല 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 ഇല്ല, ഞങ്ങൾ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് അരിയൊക്കെ ആയപ്പോൾ ഞങ്ങളത് സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിന്റെ റബ്ബിന്റെ ആവശ്യമല്ല എന്നവർ വീണ്ടും പറയാണ്, ധിക്കരിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല അടുത്ത പരീക്ഷണം, ഇവർ ഈ വെച്ചിരിക്കുന്ന അരിയിലൊക്കെ കുമ്മൽ വന്നു, പേന് വന്നു, നിറഞ്ഞങ്ങോട്ട് കൂടി അവർക്കത് കഴിക്കാൻ പറ്റാതെയായി. അപ്പോൾ വീണ്ടും അവർ വന്നു മൂസാ നബിയോട് ദുആ ചെയ്തു. മൂസാ നബിയെ, നിങ്ങളെ റബ്ബിനോടൊന്ന് പറയും, ഞങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അരിയിലും ഗോതമ്പിലും ഞങ്ങളെ കൃഷിയിലും ഒക്കെ ഈ പേൻ നിറഞ്ഞിട്ട് വെള്ളമെടുത്ത അതിലും പേന്, ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം. മൂസാ നബി വീണ്ടും ക്ഷമകെട്ട് ആ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യണം അള്ളാഹുവിനോട്. അപ്പോഴും ആ ദുആ അള്ളാഹ് സ്വീകരിച്ചു. ആ കുമ്മല് പേനൊക്കെ നീങ്ങിപ്പോയി, എല്ലാം നശിച്ചുപോയി. വീണ്ടും അവർ പഴയ രൂപത്തിലേക്ക് വരുന്നു. അങ്ങനെ കൃഷിയും സമ്പത്തും വീണ്ടും അല്ലാഹു തആല അവർക്ക് നൽകുമ്പോ പെട്ടെന്ന് മൂസാ നബി അവർക്കിടയിലേക്ക് ചെന്ന് വീണ്ടും ചോദിക്കുന്നു, ഫഅബ്ദു റബ്ബക, എൻ്റെ റബ്ബിനൊന്ന് ആരാധിച്ചൂടെ? എൻ്റെ റബ്ബിനൊന്ന് നിസ്കരിച്ചൂടെ? എൻ്റെ റബ്ബിന്റെ കൂടെ ഒന്ന് നടന്നൂടെ? എൻ്റെ റബ്ബിന്റെ തൗറാത്ത് ഒന്ന് വായിച്ചൂടെ എന്ന് പലപ്പോഴും അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, അത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണെന്ന് വീണ്ടും അവർ വാദം പറയുമ്പോൾ അല്ലാഹു തആല അടുത്ത പരീക്ഷണം കൊടുക്കുകയാണ്. അവർ നടക്കുന്ന സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലത്തും ഒക്കെ തവള വരാൻ തുടങ്ങി. ഓരോരുത്തരുടെ വായുടെ ഉള്ളിലേക്ക് ചാടാൻ തുടങ്ങി തവളകൾ. അവർ നടക്കുമ്പോൾ തവളകൾ, എവിടെ നോക്കിയാലും തവള. അവർക്ക് എവിടേക്കും അനങ്ങാൻ പറ്റില്ല. അവരെവിടെ നോക്കിയാലും ഈ ചെറിയ ചെറിയ കുട്ടിത്തവളകൾ വായിലേക്കും ദേഹത്തേക്കും വസ്ത്രത്തിലൊക്കെ ചാടി ഇവരെ ഇടങ്ങാറാക്കാൻ തുടങ്ങി. അവർ വീണ്ടും വന്നു മൂസാ നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മൂസാ നബി ദുആയിരുന്നു, അതും മാറി. പിന്നെ അടുത്ത് വീണ്ടും അവർക്ക് സ്വരൂപൊക്കെ ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു. വീണ്ടും അവർ നന്ദി കേട് കാണിക്കാൻ തുടങ്ങി. അപ്പം അല്ലാഹു അടുത്ത പരീക്ഷണം കൊടുത്തു. അവർ കുടിക്കുന്ന വെള്ളത്തിലും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന മുലപ്പാലിൽ വരെ രക്തമാകാൻ തുടങ്ങി. ദമ് കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. എവിടെ നോക്കിയാലും രക്തം. മൂസാ നബി വീണ്ടും അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അതും മാറിക്കിട്ടി. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ സമൂഹം വിശ്വസിച്ചില്ല, അവർ മൂസാ നബിയെ അംഗീകരിച്ചില്ല എന്ന് കണ്ടപ്പോൾ മൂസാ നബിയെ അംഗീകരിച്ച ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. തൂഫാൻ, മറ്റൊരു തൂഫാൻ നൽകി അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഞാനിത് പറയാൻ കാരണം, മുഹറം മാസത്തിൽ പരീക്ഷണങ്ങളുടെ കലവറ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രക്ഷയുടെ കവചങ്ങളിൽ ഒന്നാമത്തെ കവചം ഉണ്ടായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ ഒന്നടങ്കം അവിടെ നശിപ്പിക്കുകയാണ്. മൂസാ നബിയെയും വിശ്വസിച്ച ആളുകളെയൊക്കെ അള്ളാഹു തആല ചെയ്തു. അത് ഒന്ന് കരയിലാണ് ഒരു തൂഫാൻ ഉണ്ടായത്. കരയിൽ നിന്ന് ഒരു അടുപ്പിൽ നിന്ന്, ഒരു ഉമ്മാന്റെ അടുപ്പിൽ നിന്ന് ആണ് വെള്ളം പുറപ്പെട്ടത്.
പക്ഷേ രണ്ടാമത്തെ തൂഫാൻ ഉണ്ടായത് അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സമൂഹവും അവിടുന്ന് കടൽ കയറുകയും ആ കടൽ ഒരു തൂഫാൻ പോലെയായി അവരെ നശിപ്പിച്ച് കളയുകയുണ്ടായി. ഫിറഔനെയും അവന്റെ കിങ്കരന്മാരെയും അവന്റെ അഹ്ലുകാരെയും അള്ളാഹു തആല കടലിൽ മുക്കി എന്ന് തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് അതാണ് തൂഫാൻ, രണ്ടാമത്തെ തൂഫാൻ. ഞാനിത് പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിച്ചത് മുഹറം 10 അന്ന്, ആശൂറാ മുഹറം 10 അന്നാണ്. മദീനയിൽ നബി തങ്ങൾ വന്നപ്പോൾ യഹൂദികൾ, ജൂതന്മാർ അവരൊക്കെ മൂസാ നബിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് മുഹറം 10 അന്ന് ഈ ദിവസത്തെ വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് സഹാബത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്, ഇലാഹ് രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10 അന്നാണ്. ഞങ്ങളെ പ്രവാചകനെ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അംഗീകരിക്കുകയും അന്നത്തെ ദിവസം ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് മുഹറം 10 എന്ന് അവർ പറയുകയുണ്ടായി. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവരെക്കാൾ കൂടുതൽ വസ്വാഹിബ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വാഹിബ് ഞാനാണ്. അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടത് ഞാനാണ്, എൻ്റെ സമൂഹമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധപ്പെട്ടത്. കാരണം എൻ്റെ സ്വാഹിബാണ് ആര് മൂസാ നബി അലൈഹി സ്വലാം. അതുകൊണ്ട് അടുത്ത വർഷം ശേഷിക്കുകയാണെങ്കിൽ മുഹറം 10 അന്നും മുഹറം 9 അന്നും നോമ്പെടുക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ നബി തങ്ങൾ അങ്ങനെ അവരിൽ നിന്ന് എതിരാകാൻ വേണ്ടിയാണ് മുഹറം 9 അന്ന്. അപ്പൊ ഈ മുഹറം 9ഉം 10 അന്നും പ്രത്യേകമായ ശ്രേഷ്ഠതയാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 9 അന്ന് നോമ്പെടുക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹം കൊണ്ട്. അവര് നടത്തുന്നതിനേക്കാൾ, ജൂതന്മാരെ നടത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടത് നമ്മളാണ്. അതുകൊണ്ട് 9 അന്ന് നോമ്പെടുക്കണം. അത് അവരോടൊരെതിരാണ്. മറ്റൊന്ന്, നബിത്തങ്ങളുടെ വാക്ക്, പ്രവർത്തനം, ഇതൊക്കെ സുന്നത്താണ്. നബിത്തങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്യണമെന്നില്ല, പറഞ്ഞാൽ മതി. ആ പറഞ്ഞതനുസരിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അല്ലേ? ഒരാളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതേ ഞങ്ങൾ ചെയ്യൂ, നബി തങ്ങൾ ചെയ്തതേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത പല കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. നബി തങ്ങളുടെ ഇതിനൊന്നും അവർക്ക് പറ്റൂല, അല്ലെങ്കിൽ നബി തങ്ങൾ അതിനൊന്നും മൗനമൊന്നും അവർ സമ്മതിക്കൂല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മൗനം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവകാശമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് അത് അംഗീകരിക്കല്. കഴിഞ്ഞുപോയ സ്വഹാബത്ത് മുഴുവനും, സ്വാലിഹീങ്ങൾ മുഴുവനും മുഹറം 9 അന്നും 10 അന്നും ഒക്കെ നോമ്പെടുത്തവരാണ്. പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു അനുസ്മരണക്ക് വേണ്ടിയാണ് ജൂതന്മാർ മുഹറം 10 അന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നത്. അവർ വലിയ ആഘോഷമായിട്ടായിരുന്നു. ഈ മുഹറം 10 അന്ന് തന്നെ ഇപ്പോൾ ഷിയാക്കൾ ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അനുഭവിച്ചൊരു വേദനയെ അവരെന്ത് ചെയ്യാണ്, ഇപ്പോഴും അരവേർക്കപ്പെടുകയാണ്. ആ ചരിത്രം വളരെയധികം ഇപ്പോൾ പറഞ്ഞാലൊന്നും തീരൂല, അതൊരുപാട് പറയാണ്ട്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആലാൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നബി തങ്ങൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പിടി മണ്ണെടുത്തു. അതൊരു ചെറിയ ബോട്ടലിലാക്കി, ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമ, നിന്റെ ഈ പാത്രത്തിലുള്ള ഈ മണ്ണ് എന്ന് രക്തമാകുന്നുണ്ടോ, രക്തക്കളറാകുന്നുണ്ടോ, അന്ന് എൻ്റെ പേരക്കിടാവ് കർബലയിൽ ഷഹീദായിട്ടുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മു സലമ റളിയല്ലാഹു തആല പറയാണ്, കറക്റ്റ് മുഹറം 10 അന്ന് മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു തആല അവർ ഷഹീദായ അന്ന് ഈ മണ്ണ് ചുവന്ന നിറമായി. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ആ ചുവന്ന മണ്ണ് നാളെ സ്വർഗത്തിലെ
എല്ലാ യുവാക്കളുടെയും നേതാവായിട്ടാണ് എൻ്റെ പേരക്കിടാവ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വരിക. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചതാണ് പിന്നീട് അഹ്ലു ബൈത്തിനോടുള്ള ഏറ്റവും വലിയ ആദരവ് ഒന്നും കൂടി കൂടാനുള്ള കാരണം. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തിട്ട് ആ തല അവരൊരു ദണ്ടുമ്മ നാട്ടിവെച്ചു. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഒരു ജൂതൻ സൂറത്തുൽ കഹ്ഫിലെ ആയത്തിങ്ങനെ ഓതുന്ന സമയത്ത് ഈ തല അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആ ജൂതൻ പറഞ്ഞ വാക്കാണ്, ഈ തലയുടെ ജദ്ദിനെ കൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതാ നബി തങ്ങൾ പറഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നു. അത് ചെയ്ത ആളുകൾ അന്നു മുതൽ ഇന്ന് വരെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ നാമാവശേഷം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു പരീക്ഷണം കൊടുത്തു. അത് അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠതയെ വിശദീകരിക്കാനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് മഹാനായ ശംസുൽ ഉലമ ഒരിക്കൽ, എൻ്റെ വാപ്പയടക്കമുള്ള മഹത്തുക്കളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശംസുൽ ഉലമ ഒരിക്കൽ ഒരാൾ ചോദിച്ചപ്പോൾ, സദസ്സിൽ ചോദിച്ചു, കർബലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകൾ മറുപടി പറഞ്ഞൊരു വാക്കാണ് വഖൈറുക്കും മിൻ മമാതി വഅഹ്ലിൽ ജന്നത്തി റഫഅ എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. കർബലയിലെ ആ ഷഹീദ് അത് സ്വർഗത്തിൻ്റെ ദർജയാണെന്ന്, അഹ്ലു ബൈത്തിൻ്റെ ദർജയാണെന്ന്. അപ്പം അതുകൊണ്ട് അവരെ ആചരിക്കുന്നത് നോക്കേണ്ട, അവരുടെ വിശ്വാസത്തിന് ചെറിയ തകരാറുണ്ട്. എന്തേ കാരണം? അവർ സ്വഹാബത്തുകളെ അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആകണമെങ്കിൽ, ഒരു മുഅ്മിനാണെങ്കിൽ അള്ളാഹുവിനെയും അംഗീകരിക്കണം, അള്ളാഹു റസൂലിനെയും അംഗീകരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനെയും അംഗീകരിക്കണം. എന്നാലേ മുഅ്മിനാവുള്ളൂ. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയും സ്വഹാബത്തിനെയും ആ സ്വഹാബത്തിനെ പിൻപറ്റിയ താബീങ്ങളെയും സ്വാലിഹീങ്ങളെയും ഇമാമീങ്ങളെയും, അവരെ എന്നെ പേര് വിളിക്കണോ ഉബൈദെ അഷ്റഫിയെ എന്നൊന്നും വിളിക്കാൻ അവരെക്കുറിച്ച് പറ്റൂല. അവരെങ്ങനെ തന്നെ വിളിക്കണം. ചില ആൾക്കാർ നാടൻ ആളുകൾ വയല് പറയുമ്പോൾ, അവരുടെ മൗലവിമാരൊക്കെ പറയുമ്പോൾ അവരെ മടിയിലിട്ട് പേരിട്ട പോലെയാണ് അവർ വിളിക്കുക. പക്ഷെ നമുക്കത് പറ്റൂല. എന്തേ? ഏറ്റവും വലിയൊരു കിതാബ് രചിച്ച ഒരു പണ്ഡിതൻ, വലിയ മഹാൻ, അവരവരുടെ കിതാബിൽ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ മറന്നത് കൊണ്ടാണ് ശംസുൽ ഉലമ പറയാ അയാൾ ഹിദായത്തില്ലാതെ മരിച്ചു പോകാൻ കാരണം. ഞങ്ങളൊക്കെ ദർസിൽ ഓതുന്ന നഫായിസുദ് ദുറർ എന്ന് പറയുന്ന കിതാബുണ്ട്. വലിയ മശായിഖന്മാർ, ഇന്നലെ വഫാത്തിൻ്റെ ദിവസമായിരുന്നു, പുതിയാപ്പള വലിയർ എന്ന് പറയും, വലിയ മഹാനാണ് അദ്ദേഹം. ഉമർ ഖാദിയുടെ അടുത്ത് ദർസ് ഓതിയ ആളാണ്. ആ പുതിയാപ്പള വലിയരുടെ ദർസിൽ നിർത്തിയിരുന്ന മാപ്പിള ലബ്ബ ഖാഹിരി എന്ന് പറയും, വലിയ മഹാനാണ്. അവരൊക്കെ കായൽപ്പെട്ട അദ്യുറങ്ങുന്ന, ഞാനിതൊക്കെ പറയുന്ന ഒരുപാട് ചരിത്രമുണ്ട്. അവരടുത്ത് ദർസിൽ ഓതിയിരുന്ന ഒരാളെ കുറിച്ച് ശംസുൽ ഉലമയോട് ചോദിച്ചു, എന്താ അയാൾ അങ്ങനെ പോകാൻ കാരണം? അതെ, അയാൾ കിതാബ് എഴുതുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ മറന്നുപോയി. കിതാബ് എഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം, കിതാബ് എഴുതുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന വാചകം പഴയ ആലിമീങ്ങളൊക്കെ അത് പറയും. നമ്മൾ കത്തെഴുതുന്ന സമയത്ത് ബിസ്മി എല്ലുമ്പോൾ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ പേരെഴുതുമ്പോൾ അവിടെ സ്വഹാബാക്കളുടെ പേര് ശരിക്ക് റളിയല്ലാഹു അൻഹു തന്നെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയാൽ മതി എന്ന് പറയും പഴയ ആലിമീങ്ങൾ. പക്ഷെ അന്നത്തെ ഓൽക്കടെ നാവിന് നല്ല അസറുണ്ടായിരുന്നു അല്ലേ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാണ്ട്, അവരൊരു സ്ഥലത്ത് വന്ന് ഒരു മസലത്തിന് വേണ്ടി വന്നതാ, പണ്ട് പ്രമാണിമാരും ഒക്കെ ഉള്ളൊരു മഹല്ലിൽ. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്ന് ഇരിക്കുകയാണോ എന്നൊരൊറ്റ ചോദ്യം ഒരാൾ. അന്ന ഇനി ഇരുന്നോ പറഞ്ഞു. ഇനി നീ ഇരുന്നോ പറഞ്ഞു. ആ ഇരുത്തം തന്നെ മരിച്ചോളം ആ മനുഷ്യൻ പിന്നെ എണീറ്റിട്ടില്ല. അതാണ് ചിലരുടെ വാക്കിന് ഭയങ്കര പവറാണ്, അവരുടെ വാക്കിന് ഭയങ്കര ഇതാണ്. അപ്പോൾ അന്ന് ശംസുൽ പറയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ വാക്ക് ഉപേക്ഷിച്ചത് കൊണ്ട് ആൾ ഹിദായത്ത് പോയി. അതുകൊണ്ട് ഖലീഫയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് സ്വഹാബത്ത് ഓടി ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ എന്ന് തരുമോ, ഞങ്ങൾക്ക് എന്താണ് അങ്ങ് തരുന്നത്? അപ്പോൾ എന്താ പറഞ്ഞറിയോ? അല്ലാഹുമ്മ റബ്ബന ലാ തുസിഗ് ഖുലൂബന
ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഖാബ്. ഇതെല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളൂ. ഖലീഫയായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസാലത്ത്, ഒരു സമ്മാനം തരുമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് എന്താ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഖാബ് കാന സ്വബാഹു മുസ്ലിമാ കാനൽ മസാഹു മുശ്രികാ സദഖ റസൂലുള്ളാഹി. ഇത് വരാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ വാക്ക്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഖാബ്. ഹിദായത്തിന്റെ വിഷയം അത് ഗൗരവമാണ്. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള ഇഷ്ടത്തോടുള്ള ഹിദായത്ത്, അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ദ്വാരക്കണം അല്ലേ? ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്മാർഗം കിട്ടുക. പടച്ചവനോട് 17 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും കാണിച്ചു തന്നൊരു മാതൃകയാണ് ഈ മുഹറം 9ഉം 10ൻ്റെ അന്നും നോമ്പെടുക്കുക. അവരെ ഒരുപാട് അനുഭവങ്ങൾ ആ മുഹറം 10ൻ്റെ അന്ന് കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ ദിവസം കുടുംബങ്ങളിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് സമൃദ്ധി അന്ന് അള്ളാഹു തആല കൊടുക്കുന്ന, അതിനൊരു ചരിത്രം പറയുന്നൊരു ജൂതനായ മനുഷ്യൻ മുഹറം 10ൻ്റെ അന്ന് നോമ്പ് തുറക്കുന്ന ഒരാൾക്ക് കൊടുത്തപ്പോൾ അയാൾ മുസ്ലിം ആവുകയും പിന്നീട് വലിയ ധനാട്യനായി മാറുകയും ചെയ്തു. അയാൾ ചെയ്തതെന്തേ? മുഹറം മാസത്തിൽ നോമ്പെടുത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത, മുഹറം 9, 10ൻ്റെ അന്ന് നോമ്പെടുത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതാണ്. അതുകൊണ്ടാണ് മൻ അൻഫഖ ലിയാലിഹി യൗമ ആശൂറ, ആശൂറായിൻ്റെ ദിവസം നിങ്ങളെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുത്ത് ഹിയാൽ വിശാലത ചെയ്യണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, പഴയ കാലത്തൊക്കെ പള്ളിയിലേക്ക് എന്ത് ചെയ്യും, നല്ല മധുര പലഹാരങ്ങൾ ചീരണിയൊക്കെ ഉണ്ടാക്കി അന്നത്തെ ദിവസം ഒരു ദുആ ഉണ്ടാവും. എന്നാൽ അതൊന്നുമില്ല അല്ലേ? അതില്ല, നോമ്പെടുക്കും നമ്മൾ. പക്ഷെ അന്നത്തെ ദിവസം പ്രത്യേകമായ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണം. ഇതിനൊക്കെ മഹാന്മാരുടെ തെളിവുകളാണ്. അതിനെ നമ്മൾ നിഷേധിച്ച് കളയാൻ പാടില്ല. അതിനൊരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. അന്നത്തെ ദിവസം നോമ്പെടുക്കുകയും പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അതിൽ പ്രത്യേകതകളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഷിയാക്കൾ ആ ദിവസത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആ ദിവസം അവർക്ക് വലിയ ആഘോഷമാക്കുകയും ഒരുപാട് അവരെ സ്വന്തം ശരീരത്തെ അവർ കേടുവരുത്തുകയൊക്കെ ചെയ്യുന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുഭവിച്ച വേദന അവർ പങ്കുവെക്കുക എന്നാണ് അവരുടെ അർത്ഥം. പക്ഷെ ഇതിൽ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ സ്നേഹിക്കണേ, എൻ്റെ പൊന്നുമോനാണ്, എൻ്റെ പേരക്കിടാവാണ് നാളെ സ്വർഗത്തിലെ നേതാവ്, യുവാക്കളുടെ നേതാവ് എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടാനാണ് നമ്മളോട് പറഞ്ഞത്. ആ ഇഷ്ടപ്പെടൽ എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പേരക്കിടാവാണ്, നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ്. ആ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഹുസൈൻ റളിയല്ലാഹുവിനോട് ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല. ചില ആളുകൾ ഹുസൈൻ അങ്ങനെയാണ് പോയിട്ട് അവർക്ക് കീഴായി കൊടുത്തൂടെ, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, ആ ഇഖ്തിലാഫിൽ ചിലപ്പോൾ ഖൈറുണ്ടാവാം, ഷർറുണ്ടാവാം, പക്ഷേ നിങ്ങൾ ആരെയും തള്ളിപ്പറയരുത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പലരും വളരെയധികം മോശമായിട്ട് എഴുതി. പക്ഷേ ചില മഹത്തുക്കൾ പറഞ്ഞു, നിങ്ങളാരും മുആവിയെ കുറിച്ച്, ഒരു സ്വഹാബിയാണ്, മോശമായിട്ട് വർത്തമാനം പറയരുത്. കാരണം ആ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന ചില ആളുകൾക്ക് പലതും പറയാനുണ്ടായിരുന്നു. പക്ഷേ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ ശുഹദാക്കൾ അവർ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിച്ച ആളാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. കാരണം ഉഹുദിൽ നിന്ന് മദീനയിലേക്ക് ഒരു കടങ്ങ് കൂറിയപ്പോൾ ഉഹുദിൽ ഷഹീദായി കിടക്കുന്ന സ്വഹാബാക്കളുടെ ആ ശരീരം ഇങ്ങനെ കണ്ടു.
അവിടുന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവരെ എടുത്ത് മറ്റൊരു ഖബറിലേക്ക് കൊണ്ടുപോയി. അത് രേഖപ്പെടുത്തിയ മഹാനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഇഖ്തിലാഫുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചർച്ചകൾ ഉണ്ടായപ്പോൾ ആയിഷാബി പറഞ്ഞ വാക്കാണ് സമയത്തു റസൂലില്ലാഹ്, ആദരവായ റസൂലുള്ളാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? രണ്ട് ടീം രണ്ടും ഖൈറായിരിക്കും, അതുകൊണ്ട് രണ്ടിനെയും ആക്ഷേപിക്കാൻ പാടില്ല. അതിൽപ്പെട്ടതാണ്. കാരണം അത് രണ്ടും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായമാണെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. വമാ യൻതിഖു അനിൽ ഹവാ ഇല്ലാ വഹിയും യൂഹാ എന്ന അർത്ഥത്തിൽ മഹാനായ ഇബ്നു റാസിൻ തങ്ങൾ പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ ചില വഹികൾ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുക്കാറുണ്ട്, ചില സമയത്ത് വഹി ഇല്ലാതെയും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹാരിസ് ബിൻ മുഈൻ എന്ന് പറയുന്ന ഒരു ശത്രു അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി വന്നു. ഫമനസല മിന ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ ഇറങ്ങിയിട്ടില്ല, ഒരു വഹിയും വന്നിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാള് എന്തിനാണെന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടെ വഹി വന്നിട്ടില്ല, അവിടെ അള്ളാഹുവിന്റെ സന്ദേശം എത്തിയിട്ടില്ല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായിരുന്നു. ഈ വന്ന ശത്രു അള്ളാഹിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞു, നീയും നിന്റെ കൂട്ടുകാരനും മക്കയിൽ വന്നിങ്ങനെ സംസാരിച്ചത് എന്തായിരുന്നു എന്നൊരു ചോദ്യവും അള്ളാഹിന്റെ റസൂൽ ചോദിച്ചപ്പോ രണ്ടും ഒത്തു വന്നപ്പോ ആ മനുഷ്യൻ അള്ളാഹിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നാളെ അതുകൊണ്ടാണ് മദീനയിൽ നബി തങ്ങൾ ഇങ്ങനെ നടന്നപ്പോ ഒരു കൂട്ടം കുട്ടികൾ പാടിയ പാട്ടിങ്ങനെ ആയിരുന്നു, നാളെ നടക്കുന്ന കാര്യം ഇന്ന് പ്രവചിക്കുന്ന പ്രവാചകനാണ് ഈ കടന്നു വരുന്നത്. നാളെ നടക്കുന്ന കാര്യം ഇന്ന് പ്രവചിക്കുന്ന പ്രവാചകനാണ് ഈ കടന്നു വരുന്നത്. അവിടെയും അള്ളാഹുവിന്റെ റസൂലിന്റെ അദൃശ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും ക്ലിയറിംഗ് ആണ് അള്ളാഹുവിന്റെ റസൂലിനെ വൈബ് അറിയുമെന്ന് വിശ്വസിക്കണം. ആ വൈബ് അറിയില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ വിഷയം പറയുന്നത്, ഇങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ ഇന്ന് ധാരാളമായിട്ട് ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പിറകെ ധാരാളം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വൈബ് അറിയും. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ നബി തങ്ങൾ ജിബ്രീൽ എത്താത്തതിൻ്റെ മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം കിട്ടാത്തതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ചില സമയത്ത് അവർ സ്വയവും പറയും. അതുകൊണ്ടല്ലേ മറ്റൊരു സംഭവം കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന സയ്യിദുനാ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടകത്തെക്കുറിച്ച് പുറപ്പെടുവിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഒട്ടകം പുറപ്പെടുവിച്ചു വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആകുന്ന പ്രവാചകനാകുന്ന സാലിഹ് നബി അലൈഹിസ്സലാം രണ്ടാമത്തെ പ്രവചനത്തിന് മുമ്പ് എന്തായിരുന്നു പ്രവചനം? നിങ്ങൾ അതിനെ അറുക്കരുത് എന്നുള്ള പ്രവചനം. അത് സ്വാലിഹ് നബി സ്വന്തം പറഞ്ഞതാ. അപ്പൊ അവിടെ ഖുർആനിൽ ചില അഭിപ്രായ വ്യത്യാസം വന്നു, ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ പറയോ? അപ്പോഴാണ് അള്ളാഹു തആല അടക്കിയ ചില പ്രവാചകന്മാർ പ്രബോധനം ചെയ്യാൻ അവർക്ക് അള്ളാഹു തആല സാന്നിധ്യം കൊടുക്കുമ്പോൾ അവർ സ്വന്തം ചില തീരുമാനങ്ങൾ എടുക്കും. അതിനൊരിക്കലും അവരുടെ റബ്ബിനോട് എതിരല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചില തീരുമാനമെടുക്കുമ്പോൾ അതെതിരല്ല, അത് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത ഒരു പവറാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവരാകുമ്പോൾ അള്ളാഹു അവരെ കുറിച്ചാണ് ഈമാനുള്ളവരെന്ന് പറഞ്ഞത്. ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസന ഉലൈക റഫീഖ. ഈ പറയുന്ന ആളുകളോട് പിൻപറ്റാനാണ് 17 ദിവസവും 17 പ്രാവശ്യവും നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്, സുന്നത്ത് നിസ്കാരത്തിൽ പറയുന്നത്, ഒരു പരേക്കൂടൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ ദുആ ചെയ്തപ്പോൾ പറഞ്ഞത്, ഇനി നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ദ്വാരക്കുമ്പോൾ ഒരു ഫാത്തിഹ വിളിക്കുമ്പോൾ എല്ലാ ഫാത്തിഹയിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ ചൊവ്വായ വഴിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളാണ്. അള്ളാഹു അനുഗ്രഹിച്ചവരാരാണ്? അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, സ്വാലിഹീകളാണ്, ശുഹദാക്കളാണ്. അവരാണ് അംഗീകരിച്ച ആളുകൾ. അതുകൊണ്ട് അവരുടെ വഴിയിലേക്ക് ചേർക്കണേ. ആ ചേർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിയാണ് ഖിസസുൽ അംബിയാഇ വ ഖിസസുൽ മുഅ്മിനീന ഉലൈക ഉലുൽ അൽബാബ്. എന്താ? മുഅ്മിനീങ്ങളുടെ ചരിത്രവും അമ്പിയാക്കളുടെ ചരിത്രവും
അത് മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പാഠമുള്ളവരാണ്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠമുള്ളതാണ്. അതാണ് മുഹറം നൽകുന്ന സന്ദേശം. മുഹറത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പരീക്ഷണങ്ങളുടെ കലവറകളിൽ ജീവിച്ച മഹത്തുക്കളെ അല്ലാഹു തആല ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല അവരുടെ എല്ലാ പരീക്ഷണങ്ങളും മാറി പൂർണ്ണമായ ഒരു അനുഗ്രഹത്തിലേക്ക് അവർ വരികയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു നൽകിയ ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിനൊടുവിൽ എല്ലാ ഭാര്യമാരും ഇട്ടേച്ചു പോയി. ആ ഭാര്യമാരെല്ലാം പോയതിനു ശേഷം ഒരു ഭാര്യ മാത്രം നിന്ന് മുടിമുറിച്ച് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നിന്നു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ഇന്നി ലറനി ബസ്സനി ബല, എന്നെ വല്ലാതെ പരീക്ഷിച്ചു, എന്നെ വല്ലാതെ ബുദ്ധിമിച്ചു, പക്ഷെ എന്നാലും ഞാൻ പറയുന്നില്ല അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റിത്തരണമെന്ന്. മറ്റൊരു വീട്ടിൽ കാണാം, എൻ്റെ ഭാര്യയുടെ മുടി വരെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്, എന്നാലും അയ്യൂബ് നബി അള്ളാഹോട് പറഞ്ഞില്ല പടച്ചോനെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന്. പക്ഷെ അള്ളാഹുവിന് മനസ്സിലായി അങ്ങേയറ്റത്തും സഹിക്കാൻ പറ്റാത്ത പ്രയാസം എത്തിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോ പെട്ടെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് എന്താ പരീക്ഷണത്തിൽ നിന്ന് അവിടെ തന്നെ പ്രതിവിധി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ കാലൊന്നിട്ട് അടിക്കാൻ വേണ്ടി പറയുന്നു. അത് ഭൗതിക തലത്തിലുള്ള ഒരു ചികിത്സയാണ്. എന്ത്? നിങ്ങളെ കാലൊന്നിട്ട് അടിക്കണം, അപ്പൊ നിങ്ങളെ രോഗം മാറും. അങ്ങനെ നടക്കാൻ വേണ്ടി പറയുന്നു. പിന്നെ നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നിങ്ങളെ ശരീരത്തെ കയ്യും കാലൊക്കെ ഒന്ന് നിവർത്തണം, എന്നിട്ടൊന്ന് നടക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല പറഞ്ഞതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തപ്പോൾ അവിടുത്തെ രോഗം മാറി. ആ മാറിയത് മുഹറം 10 അന്നാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അതൊക്കെ വലിയൊരു സംഭവമാണ്. മത്സ്യത്തിന്റെ അകത്തിലെത്തിയപ്പോൾ അവിടുന്ന് അല്ലാഹുവോട് ദുആർന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ നിത്യജീവിതത്തിൽ എല്ലാ ശനിയാഴ്ചയും ഈ ഒരു ദിക്ർ പതിവാക്കുന്നത് നല്ലതാണ്. കാരണം അന്നത്തെ ആളുകൾക്കൊക്കെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ആ ഒരു ദിക്റിന് വലിയ പ്രതിഫലമാണ്. ആ ഒരു ദിക്ർ ചെല്ലുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ അത് പതിവാക്കുന്നത് മനുഷ്യന് വലിയ അനുഗ്രഹം കിട്ടുന്നതാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ ദിക്ർ കൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. സയ്യിദുനാ ഹിളർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വലിയായിട്ടും പ്രവാചകന്മാരിൽ ഉന്നതരായിട്ടും അല്ലാഹു തആല പരിശുദ്ധിയെ വാഴ്ത്തപ്പെട്ടത്, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഇഷ്ടദാസനാണെന്ന് എഴുതപ്പെട്ടത് ഹിളർ നബിയെ കുറിച്ചിട്ട് അത് മുഹറം 10 ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഹിളർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദുആർന്ന് പഠിച്ചവനെ ഹയ്യാന ഫിൽ അർളി ദായിമ, എല്ലാ സമയത്തും എനിക്ക് ഭൂമിയിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു തആല ദുആനെ സ്വീകരിക്കുകയും ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിൽ നടക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ മുഴുവനും നടക്കുകയാണ്. ആ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല സ്ഥലങ്ങളിലും ദിവസങ്ങളിലും നമ്മൾ അടുത്തു കൂടെ ഒക്കെ വരുന്നുണ്ടാകും, നമ്മൾ അറിയില്ല. ഒരു മനുഷ്യന്റെ 3 ആയുസ്സിൽ അവനക്ക് കാണാൻ കഴിയും. അവന്റെ വാർദ്ധക്യത്തിലും അവന്റെ മധ്യത്തിലും അവന്റെ അവസാന ഘട്ടങ്ങളിലും അവനക്ക് ഹിളർ നബിയെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഹിളർ നബിയുടെ മൗലൂദിൽ കാണാൻ കഴിയും, ഫകാന മുസ്തഫാ ലിൽ മൗതി ഹാദിറ. എന്തേ? റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സാന്നിധ്യമാകുന്നു. ആ സമയത്ത് മഹാനവറുകൾ ആ രചിച്ച ഇമാം പറയാണ്, ഇതേപോലെ തന്നെ എല്ലാ മനുഷ്യരുടെ അടുത്തും വഫാത്താകുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് ഹിളർ നബി വരുമെന്ന്. പക്ഷെ കാണാനുള്ള ബസീറത്ത് നമുക്ക് ഉൾക്കാഴ്ച വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല മരണം കണക്കാക്കിയിരുന്നു. ആ മരണം വന്നത്, പരീക്ഷണം വന്നത് മുഹറത്തിലായിരുന്നു. പക്ഷേ ദുആ കൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ നടന്നോളൂ എന്ന് അല്ലാഹു തആല ഖുർആൻ പറഞ്ഞതുപോലെ സയ്യിദുനാ ഹിളർ നബി അലൈഹിസ്സലാം നടന്നത് മുഹറം മാസത്തിലാണ്. അങ്ങനെ ആ മുഹറത്തിൽ ഒരുപാട് മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കളുടെ പരീക്ഷണങ്ങൾക്ക് മാറിയത്. മറുഭാഗത്ത് അള്ളാഹു കാറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ കാറ്റ് തന്നത്, മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ മഴ തന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രാജാധികാരം വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല രാജാധികാരം കൊടുത്തു. സുലൈമാൻ നബി ലോകം അടക്കി ഭരിച്ച വലിയ മഹാനല്ലേ, വലിയ പ്രവാചകനല്ലേ? അതുകൊണ്ടല്ല അള്ളാഹുവോട് പറഞ്ഞത്, പടച്ചോനെ ഓരോ ദിവസവും നീ എത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഒരു ദിവസം ആ ഭക്ഷണം കൊടുക്കുന്ന ക്രെഡിറ്റ് മാത്രം ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അള്ളാഹുവോട് ചോദിച്ചതാണ്. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞു, എന്നാ ഭക്ഷണം കൊടുക്കൽ മാത്രം ഞാൻ ആ ഡ്യൂട്ടി നിങ്ങൾക്ക് തരാം. ലോകം അടക്കി ഭരിച്ച ആളാണ്, രാജാവാണ്. അപ്പൊ എന്ത് ചെയ്തു? ആ അധികാരം കൊടുത്തു. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ക്രെഡിറ്റ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്തു. ആദ്യം തീരുമാനമാക്കിയത് കടലിലെ ആളുകൾക്കാണ്.
കരയിലെ ആളുകൾക്കല്ല, ആദ്യം കടലിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കരയിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യമായി കടലിലെ ജീവികളെ വിളിക്കാൻ തുടങ്ങി. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. ആ ഭക്ഷണത്തിൽ ആദ്യം കടലിൽ നിന്നൊരു ജീവി വന്നു. അതൊക്കെപ്പാടെ കഴിച്ചപ്പോൾ ഇങ്ങനെ സുലൈമാൻ നബി ഇങ്ങനെ മേടിക്കാൻ തുടങ്ങി. ഒരാൾ കഴിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയതിൻ്റെ കാഭാഗം കഴിഞ്ഞു. കടലിലെ ഒരാൾ കഴിച്ചപ്പോൾ തന്നെ അല്ലേ. നിങ്ങൾ അറിയുന്നുണ്ടോ എൻ്റെ കടലിൻ്റെ ദൃഷ്ടാന്തം, ഇരുട്ടിൻ്റെ ദൃഷ്ടാന്തം? അവിടെ ഉള്ളത് എന്തൊക്കെയാന്നുള്ളതെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടല്ലേ 150 ആളുകളോട് സഞ്ചരിച്ച ഒരു മലേഷ്യൻ ഫ്ലൈറ്റ് ഇന്ന് എവിടെ കിടക്കണമെന്ന് ആർക്കും അറിയില്ല. അത് തേടിപ്പോയ 2 പാകിസ്ഥാനികൾ ഇന്ന് അവരെയും കാണാനില്ല അല്ലേ. ഞാൻ വെറുതെ അറിയില്ലല്ലോ. അതാ പറഞ്ഞത് വൽലുലുമാത്തി ബഹറുൻ അജീബ്. അതിൻ്റെ ഉള്ളിലുള്ള അത്ഭുതമൊന്നും നിങ്ങൾക്ക് അങ്ങനെയാന്ന് അറിയില്ല എന്ന് അല്ലേ. കടലിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അല്ലാഹു തആല ആ കടലിൽ കരയോളം വലുപ്പമുള്ള ജന്തുക്കളുണ്ട് അല്ലേ. വലിയ ആഡംബര കപ്പലുകൾ പോകുമ്പോൾ ആ കപ്പലിനെ ഒന്ന് അടിച്ചു വലിക്കാൻ ഏതെങ്കിലും ഒരു തിമിംഗലത്തിൻ്റെ വാല് കൊണ്ടാൽ മതി അതൊന്ന് ഇളകാൻ. അതിലെ യാത്രക്കാരൊന്ന് പേടിക്കാൻ, ഭയപ്പെടാൻ. എത്ര ആളുകൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ കടലിൽ ആ ഒരു മൃഗം വന്ന്, ആ ഒരു ജീവി വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തീർന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, പടച്ചോനെ ഇനി കടലിലെ ഒരാൾ ഇത്ര കഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൊടുക്കണം, എന്നെക്കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിന്നു. വഖാലിക്കും മിൻ റിസ്ഖില്ലാഹി വകുല്ലുൽ ഖലായിക്, എല്ലാ സൃഷ്ടികൾക്കും ഭക്ഷണം കൊടുക്കാം, നിനക്കേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് പറ്റൂല, ഒരു മനുഷ്യനും ലോകത്ത് പറ്റൂല. കണ്ടോ, കൃത്യമായ സമയത്ത് കൃത്യമായ ഷെഡ്യൂളിൽ ഭക്ഷണം തരണമെങ്കിൽ അത് അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കും കഴിയില്ല എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ആ സുലൈമാൻ നബിക്കുള്ള അധികാരം കിട്ടിയതൊക്കെ മുഹറത്തിലാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ മുഹറം സത്യത്തിൽ എന്താണ്, ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു മാസമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഈ പരിശുദ്ധമായ മാസത്തിൽ നീ തന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ ശ്വാസവും അള്ളാഹുവെ ഞങ്ങൾക്ക് തന്ന എന്തെല്ലാം അനുഗ്രഹം ഉണ്ട്, കാഴ്ചയും കേൾവിയും എല്ലാം നീ നിലനിർത്തി തരണേ അല്ലാഹ്. അതിനൊക്കെ പുറമെ നിന്റെ മാത്രം നിയന്ത്രണത്തിലായി കഴിയുന്ന ഞങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളിലെ പല ഞരമ്പുകളുണ്ട്, അതിൻ്റെ ഒക്കെ കാവൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് യഥാസമയം തരണേ അല്ലാഹ്. അള്ളാഹുവെ നീ തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും